Carnot cycle. അപ്പോൾ നമ്മൾ പറഞ്ഞു Carnot engine, it is an ideal engine. Carnot engine is an ideal engine with efficiency eta is equal to 1. That means eta is equal to Q1 minus Q2 divided by Q1. That is equal to 1 minus Q2 divided by Q1. Where Q1 is the heat of the source and Q2 is the heat in the sink. ഇതിൽ ഏതായിരിക്കും hotter body? Source is a heat reservoir with high temperature. Sink is a cold heat reservoir with low temperature. ഇനി ഒരു കാർനോട്ട് എൻജിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കണം. അപ്പം അതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ഐസോതെർമൽ എക്സ്പാൻഷനാണ്. ഐസോതെർമൽ എക്സ്പാൻഷൻ. ഒരു ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസോതെർമൽ പ്രോസസ് അജയ് ഐസോതെർമൽ പ്രോസസ് കേട്ടിട്ടുണ്ടോ നേരത്തെ? ഐസോതെർമൽ പ്രോസസ് in which temperature is a constant. അതായത് ആ പ്രോസസ്സിൽ ടെമ്പറേച്ചറിന് യാതൊരുവിധ മാറ്റവും സംഭവിക്കില്ല. ഇനി ഇറ്റ് ഈസ് ആൻ എക്സ്പാൻഷൻ അല്ലേ? എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമ്മളുടെ വർക്കിംഗ് സബ്സ്റ്റൻസ് ആണ് വർക്ക് ചെയ്യുന്നത്. വർക്കിംഗ് സബ്സ്റ്റൻസിന് ടെമ്പറേച്ചർ കിട്ടണമെങ്കിൽ അത് എവിടെ വെക്കണം? Place the working substance on the source. High temperature ഉള്ള സോഴ്സിൽ നമ്മളുടെ വർക്കിംഗ് സബ്സ്റ്റൻസ് വെക്കുക. വർക്കിംഗ് സബ്സ്റ്റൻസ് നമ്മൾ പറഞ്ഞായിരുന്നു ഒരു സിലിണ്ടർ ആണ്, അതിൻ്റെ മുകളിൽ ഒരു പിസ്റ്റൺ ഉണ്ട്, അതിനകത്തൊരു ഗ്യാസ് നിറച്ചിരിക്കുക. അപ്പോൾ നോക്കിയാൽ ഈ വർക്കിംഗ് സബ്സ്റ്റൻസിന് ഒരു ഹൈ ടെമ്പറേച്ചർ കിട്ടിക്കഴിഞ്ഞാൽ ആ വർക്കിംഗ് സബ്സ്റ്റൻസിന്റെ പ്രഷറിന് എന്ത് വ്യത്യാസം വരും? ചൂട് കൂടിക്കഴിഞ്ഞാൽ ആ ഗ്യാസിന് ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ ആണ്, പതുക്കെ അതിന് ഉയർന്ന് മുകളിലേക്ക് പോകാൻ പറ്റും അല്ലേ? ഇങ്ങനെ നമ്മൾ വർക്കിംഗ് സബ്സ്റ്റൻസ് വരച്ച് ഓർക്കുന്നുണ്ടോ? ഈ രണ്ട് വശം ഇൻസുലേറ്റിംഗ് ആയിരുന്നു, അതിൻ്റെ ബോട്ടം കണ്ടക്റ്റീവ് ആയിരുന്നു. ഇങ്ങനെ ഇവിടുന്ന് ഒരു പിസ്റ്റൺ ഇങ്ങനെ കൊടുത്തിരിക്കുക. ഇവിടുന്ന് ഹോട്ട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എയർ അല്ലെങ്കിൽ ഗ്യാസ് എന്ന് പറയുന്നത് എന്നാ പറ്റും? എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്താൽ വോളിയം എന്നാ പറ്റും? വോളിയം ഇൻക്രീസ് ചെയ്യും. വോളിയം ഇൻക്രീസ്ഡ്. ഇഫ് ദ വോളിയം ഇൻക്രീസ്ഡ്, പ്രഷർ എങ്ങനെയായിരിക്കും? പ്രഷർ ഡിക്രീസ്ഡ്. ഇത്രയും ആദ്യം മനസ്സിലാക്കണം. അപ്പം കാർനോട്ട് സൈക്കിളിൽ 4 സൈക്കിളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഐസോതെർമൽ എക്സ്പാൻഷൻ. ഐസോതെർമൽ ടെമ്പറേച്ചറിന് യാതൊരു മാറ്റവുമില്ല. ഫസ്റ്റ് പോയിന്റ്. പ്ലേസ് ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ഓൺ ദ സോഴ്സ് ആൻഡ് ഇറ്റ് അബ്സോർബ് ദ ഹീറ്റ് എനർജി ഫ്രം ദ സോഴ്സ് ആൻഡ് ദ വോളിയം ഈസ് ഇൻക്രീസ്ഡ് വയ പ്രഷർ ഈസ് ഡിക്രീസ്ഡ്. അല്ലെങ്കിൽ പ്രഷർ ഡിക്രീസ്ഡ് ആൻഡ് വോളിയം ഇൻക്രീസ്ഡ്. അതിനെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഗ്രാഫ്. ഇത് വളരെ കൃത്യമായിട്ട് ഗ്രാഫ് മനസ്സിലാക്കി വരയ്ക്കണം കേട്ടോ. ചിലവർ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ക്ലാസ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഗ്രാഫിൻ്റെ പോയിന്റുകൾ കൃത്യമല്ലാതെ എവിടെയെങ്കിലും വരച്ചു വെച്ചിട്ട് കാര്യമില്ല. സോ ഇവിടെ ഒരു പോയിന്റ് ആയിരുന്നു നമ്മുടെ ഇനിഷ്യൽ പോയിന്റ് എ എന്നിരിക്കട്ടെ. ആ എ എന്ന് പറയുന്നിടത്ത് ടെമ്പറേച്ചർ T1, വോളിയം V1, പ്രഷർ P1 ആണ്. ഇനി എക്സ് ആക്സിസ് വോളിയവും
y ആക്സിസ് പ്രഷർ, y ആക്സിസ് പ്രഷർ, x ആക്സിസ് വോളിയം. ഇപ്പൊ ഞാൻ പറഞ്ഞു ഐസോതെർമൽ എക്സ്പാൻഷൻ നടന്നാൽ എന്നാ പറ്റും? വോളിയം കൂടും, അതായത് ഗ്രാഫ് വലത്തേക്ക് പോകും, പ്രഷർ കുറയും, അപ്പം ഈ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് വരും. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യും. പക്ഷെ ടെമ്പറേച്ചർ ഐസോതെർമൽ ആയതുകൊണ്ട് തന്നെ പ്രശ്നം, ടെമ്പറേച്ചറിന് യാതൊരുവിധ വ്യത്യാസവും ഇല്ല. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സൈക്കിൾ, ഐസോതെർമൽ എക്സ്പാൻഷൻ. ഈ ഒരു പോയിന്റ് നമ്മൾ ബി എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ എങ്ങനെയായിരിക്കും? ഐസോതെർമൽ ആണ്, ടെമ്പറേച്ചർ ആദ്യത്തെ തന്നെ നിൽക്കും. സോ T1, വോളിയം ഈസ് വേരിഡ്, ടേക്ക് ഇറ്റ് ആസ് V2, പ്രഷർ ഈസ് വേരിഡ്, സോ ടേക്ക് ഇറ്റ് ആസ് പ്രഷർ P2. ക്ലിയർ ആയോ? മനസ്സിലാക്കിയ വളരെ എളുപ്പമാണ്. അഞ്ജന, ഐസോതെർമൽ എക്സ്പാൻഷൻ ക്ലിയർ ആയില്ലേ? അതായത് ഐസോതെർമൽ ആണ്, ടെമ്പറേച്ചറിന് മാറ്റിയില്ല. സോ T1 തന്നെ ബിയിൽ എഴുതി. പിന്നെ വോളിയവും പ്രഷറും മാറി, വോളിയം കൂടി, അതാണ് വലതുവശത്തേക്ക് ഈ പോയിന്റ് ഇങ്ങനെ ഉണ്ടാവും. വലതുവശത്തേക്ക് തന്നെ വേണം. പ്രഷർ കുറയുമ്പോൾ ഇച്ചിരി താഴത്തേക്ക് താഴണം. ചിലരിങ്ങനെ നേരെയൊക്കെ അങ്ങ് വരച്ചു നോക്കും, ഇങ്ങനെ ചുമ്മാ വളച്ചേച്ച് ഇവിടെ തന്നെ കൊണ്ടുപോയി കുത്തിട്ട് വെക്കും. തെറ്റാ കേട്ടോ, കൃത്യമായിട്ട് ഫിഗറുകൾ ഇല്ലുസ്ട്രേറ്റ് ചെയ്യണം. സോ സെക്കൻഡ് വൺ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ. അഡിയബാറ്റിക് എക്സ്പാൻഷൻ. അഡിയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് എനി പ്രോസസ് ഈസ് അഡിയബാറ്റിക്, ദാറ്റ് മീൻസ് the net heat transfer equal to 0. മൊത്തത്തിലുള്ള ഹീറ്റ് ചേഞ്ച് 0 ആണ്. എന്ന് പറഞ്ഞാൽ the system does not absorb any heat or emit any heat. ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയില്ല, പുറത്ത് വിടുകയുമില്ല. ദാറ്റ് മീൻസ് Q എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയി നിൽക്കും. പക്ഷെ എന്നാ പറ്റും? അഡിയബാറ്റിക് എക്സ്പാൻഷൻ എക്സ്പാൻഡ് ചെയ്തു, ദാറ്റ് മീൻസ് വോളിയം അഗെയിൻ ഇൻക്രീസ്ഡ്, pressure decreased, pressure decreased. പിന്നെ ടെമ്പറേച്ചർ ഇവിടെ അഡിയബാറ്റിക് കോൺസ്റ്റന്റ് ആണോ? അല്ല. ഐസോതെർമൽ പ്രോസസ്സിലാണ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. ഇതോ T1 ആയിരുന്നു ഈ പോയിന്റിൽ അല്ലേ? ഐസോതെർമൽ ആയിട്ട് ഇവിടെ T1 ആയിട്ട് വന്ന് T1 മറ്റൊരു ടെമ്പറേച്ചർ ആയിട്ട് മാറും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ അഡിയബാറ്റിക് എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഹീറ്റ് എടുക്കണ്ടായെങ്കിൽ നമ്മൾ നമ്മുടെ സോഴ്സിനെ എവിടെ വെക്കണം? നീതു, സോഴ്സിനെ എവിടെ വെച്ചാലായിരിക്കും നമുക്ക് ഹീറ്റ് അബ്സോർബും ചെയ്യണ്ട എമിറ്റും ചെയ്യണ്ടെങ്കിൽ സോഴ്സിനെ എവിടെ പ്ലേസ് ചെയ്യണം? 3 പാർട്ട് പറഞ്ഞില്ലായിരുന്നു നമ്മൾ? സോഴ്സ്, സിങ്ക്, പിന്നെ ഒരു സ്റ്റാൻഡ് പറഞ്ഞായിരുന്നു. ഇതിലെവിടെ നമ്മൾ വെച്ചാലാണ് ഈ പറയുന്ന പോലെ അഡിയബാറ്റിക് പ്രോസസ് ആകുന്നത്? ഗോപിക, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ ഗുഡ്. അതിന് കൂടുതലായിട്ട് അത് ഹീറ്റ് അബ്സോർബ് ചെയ്യുകയില്ല, എമിറ്റ് ചെയ്യുകയില്ല. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ വോളിയം കൂടും. അപ്പൊ ഇച്ചിരി വലതുവശത്തേക്ക് മാറി വന്നു, നേരെ ഇങ്ങനെ കൃത്യം താഴ്ത്തോട്ട് വരച്ച് നോക്കില്ല. വോളിയം കൂടണം, പ്രഷർ കുറയണം. സോ ഹിയർ there is another point C, and at that point T1 become T2, volume become V3, pressure become P3. Clear ആയോ? അഞ്ജന, ക്ലിയർ അല്ലേ? ഐസോതെർമൽ എക്സ്പാൻഷന് ശേഷം അഡിയബാറ്റിക് എക്സ്പാൻഷൻ.
നൗ നെക്സ്റ്റ് ഇനി എന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ റിവേഴ്സ് പ്രോസസ്സ് ഐസോതെർമൽ എക്സ്പാൻഷൻ്റെ പകരം ഐസോതെർമൽ കംപ്രഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷന് പകരം അഡിയബാറ്റിക് കംപ്രഷൻ. അപ്പം നമ്മളുടെ ഈ കാർനോട്ട് എൻജിൻ അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിലേക്ക് തിരിച്ചു വരും. വീണ്ടും വീണ്ടും നമുക്ക് സൈക്കിൾ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് സൈക്കിൾ ദാറ്റ് ഈസ് തേർഡ് വൺ, ഐസോതെർമൽ കംപ്രഷൻ. ഐസോതെർമൽ കംപ്രഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാകും? ടെമ്പറേച്ചർ, there is no change in temperature. Temperature remains a constant. കംപ്രസീവ് ആണ്. കംപ്രസ് ചെയ്യുമ്പോൾ വോളിയത്തിന് എന്ത് സംഭവിക്കും? വോളിയത്തിന് എന്ത് സംഭവിക്കും? ആരെങ്കിലും പറഞ്ഞേ, എപ്പോഴും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. കംപ്രസ് ചെയ്യുമ്പോൾ വോളിയം ഗോപിക, decreasing, കംപ്രസ് ചെയ്യുമ്പം വോളിയം ഡിക്രീസ് ചെയ്യും, പ്രഷർ increasing, പ്രഷർ ഇൻക്രീസ്ഡ്. ആ പോയിന്റ് നമ്മുടെ ഫിഗറെ വരച്ച് കഴിയുമ്പോൾ നോക്കി, പ്രഷർ ഇൻക്രീസ്. അതായത് ഞാൻ പറഞ്ഞു, ചിലർ ഇങ്ങനെ നേരെ വരച്ച് വെക്കും, അങ്ങനെയല്ല, പ്രഷർ കൂടും അല്ലേ? അപ്പോൾ കുറച്ച് മുകളിലോട്ട് വരും.